വൃദ്ധനായ ഒരു പിതാവ് പരാതിയുമായി കോടതിയെ സമീപിച്ചു. ജഡ്ജി ചോദിച്ചു, ആർക്കെതിരെയാണ് നിങ്ങളുടെ പരാതി? എന്റെ മകനെതിരെയാണ്. ആട്ടെ, എന്താണ് പരാതി? ആ പിതാവ് പറഞ്ഞു, എന്റെ മകൻ അവന്റെ കഴിവനുസരിച്ച് മാസത്തിലൊരിക്കലെങ്കിലും ചെലവിന് തന്നിരിക്കണം. ജഡ്ജി പറഞ്ഞു, തീർത്തും നിങ്ങളുടെ ആവശ്യം ന്യായമാണല്ലോ. ആ പിതാവ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, ബഹുമാനപ്പെട്ട കോടതി, ഞാൻ ധനികനാണ്. എന്റെ മകന്റെ സമ്പത്ത് കിട്ടിയിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ. എന്നാലും അവൻ എനിക്ക് ചെലവിന് തന്നിരിക്കണം. കോടതി അത്ഭുതത്തോടെയാണ് ഈ വിചിത്രവാദം കേട്ടത്. തുടർന്ന് മകന്റെ പേരും വിലാസവും ജഡ്ജി എഴുതിയെടുത്ത് മകനെ എത്രയും പെട്ടെന്ന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. പിതാവും മകനും ഹാജരായി. മകനിലേക്ക് തിരിഞ്ഞ് ജഡ്ജി ചോദിച്ചു, ഇത് നിന്റെ പിതാവാണോ? അതെ, അദ്ദേഹം എന്റെ പിതാവാണ്. ഈ പിതാവ് നിങ്ങൾക്കെതിരെ ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾ ചെലവിന് നൽകുന്നില്ലെന്നാണ് ആ പരാതി. മകൻ പറഞ്ഞു, എന്റെ പിതാവിന് ഞാൻ എന്തിനു നൽകണം? അദ്ദേഹത്തിന്റെ കൈവശം ധാരാളം സമ്പത്തുണ്ടല്ലോ. ജഡ്ജി പറഞ്ഞു, ഇത് നിങ്ങളുടെ പിതാവിന് ന്യായമായും കിട്ടേണ്ട അവകാശമാണ്. അന്നേരം ആ പിതാവ് ഇടപെട്ടു, ബഹുമാനപ്പെട്ട കോടതി, എന്റെ മകൻ മാസത്തിലൊരിക്കൽ ഒരു ദീനാറെങ്കിലും നൽകണം എന്ന് അങ്ങ് ഉത്തരവിട്ടാൽ ഞാൻ സന്തുഷ്ടനാകും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ തീരുമാനിക്കപ്പെട്ട ഡേറ്റിന് കൃത്യമായി ആ പണം അവൻ തന്നിരിക്കണം. തർക്ക വിതർക്കങ്ങൾക്കൊടുവിൽ ജഡ്ജി വിധി വായിച്ചു. ഇന്നാലിന്നയാൾ തന്റെ പിതാവിന്റെ കൈവശം എല്ലാ മാസവും 3-ാം തീയതി മുടങ്ങാതെ ഒരു ദീനാർ വീതം നൽകിയിരിക്കണം. കോടതി പിരിഞ്ഞൊഴിയും മുമ്പ് ജഡ്ജി ആശ്ചര്യത്തോടെ പിതാവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്ര നിസ്സാരമായി ഒരു ദീനാർ മകനിൽ നിന്നും കിട്ടിയിരിക്കണമെന്ന് വാശി പിടിച്ചത്? ആ പിതാവ് കരഞ്ഞുകൊണ്ടിങ്ങനെ പറഞ്ഞു, എന്റെ